കേരള സർവകലാശാലയില് ഇപ്പോ ഇടത് യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും തുടങ്ങി വെച്ചിരിക്കുന്ന സമരം കൃത്യമായിട്ട് 2 ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണെന്ന് തന്നെ പറയാം. ഒന്ന്, ഇപ്പോ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യ മേഖല വകുപ്പും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലെ വളരെയധികം അപഹാസ്യരായിട്ട് പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ആരോഗ്യ മേഖലയിൽ അവർക്ക് നേരിട്ടിട്ടുള്ള ഈ അവമതിപ്പിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും, അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ തരത്തിലൊരു അക്രമ സമരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിച്ചുവിടാൻ ഇടത് വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും പ്രേരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഈ സമരത്തിലെ കാണാവുന്ന മറ്റൊരു കാര്യം, കേരളത്തിലെ നിയമസഭ പാസാക്കിയ ഇടത് സർക്കാർ പാസാക്കി ഗവർണറുടെ പരിഗണനയ്ക്ക് അയച്ച ഒരു ബില്ലുണ്ട്. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാനുള്ള ഒരു ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അപ്പൊ ആ ബില്ല് ബഹുമാനപ്പെട്ട ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഇപ്പോഴ് നാക്കിന്റെ അക്രഡിറ്റേഷനിലെ AA+ അംഗീകാരത്തോടുകൂടി വളരെ തിളക്കമാർന്ന ഒരു അന്തരീക്ഷത്തിലാണ് കേരള സർവകലാശാല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ ഈ തരത്തിൽ തിളക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന സർവകലാശാല ഇല്ലാതാക്കുക, തകർക്കുക എന്നുള്ളത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നവരുടെ ഒരു ഗൂഢമായ ഉദ്ദേശമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സർക്കാരിന്റെ അവസാന വർഷം കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ അനുമതി കൊടുക്കാനുള്ള തീരുമാനം നയപരമായിട്ട് എടുത്തിരിക്കുന്നു. അപ്പൊ അതിനുള്ള ആ തരത്തിലെ സ്വകാര്യ സർവകലാശാലകൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലയിലെ സർവകലാശാലകളെ തകർക്കുക എന്നുള്ളത് സർക്കാരിന്റെയും സ്വകാര്യ സർവകലാശാലകൾക്ക് ലക്ഷ്യമിടുന്ന ലോബികളുടെയും താല്പര്യമാണ്. ആ താല്പര്യം നിറവേറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് SFIയും അതുപോലെ തന്നെ DYFIയും ഇപ്പോൾ ഈ സർവകലാശാലകൾ ലക്ഷ്യമാക്കി സമരത്തിൽ ഇറവിട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രത്യേകിച്ച് സർവകലാശാലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ SFI സമരം ചെയ്യാറുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും മാറി മാറി സമരം ചെയ്യാറുണ്ട്. യുവജന സംഘടനകളും സമരം ചെയ്യാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യത്തെ സമരത്തിന് വിദ്യാർത്ഥി സംഘടനകളോ യുവജന സംഘടനകളോ സ്വന്തം നിലയിൽ ആരംഭിച്ച ഒരു സമരമല്ല. അത് CPMന്റെ താല്പര്യപ്രകാരം CPM ആവിഷ്കരിച്ച അല്ലെങ്കിൽ അവർ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അവർ ആലോചിച്ച ഒരു സമരം SFIയെ കൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ്. മുൻപ് കേരളത്തില് ഏത് വിദ്യാർത്ഥി സംഘടന സമരം ചെയ്താലും അതിലെ ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി സംഘടനയുടെ രാഷ്ട്രീയ യജമാനന്മാരെ നേരിട്ട് സമരമുഖത്ത് വന്ന ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ ആവേശം ചൊരിയലുകളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ കേരള സർവകലാശാലയ്ക്കുള്ളിലെ SFI കഴിഞ്ഞ ദിവസം നടത്തിയ ആ സമരത്തില് ആ വിദ്യാർത്ഥികൾക്ക് ആവേശം പകർന്നുകൊണ്ട് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സർവകലാശാലയുടെ തിരുമുമ്പിലെത്തി വിദ്യാർത്ഥികൾക്ക് ആവേശം പകരുന്ന കാഴ്ച കണ്ടു. അപ്പൊ ഇത് കേരളത്തിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ്. അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, CPMന്റെ താല്പര്യം സംസ്ഥാനത്ത് നടപ്പാക്കാൻ CPM ആലോചിച്ചുറപ്പിച്ച ഒരു സമരം SFIയിലൂടെയും DYFIയിലൂടെയും നടപ്പാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാണുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയിലെ ഈ മുന്നണിക്കുമുണ്ടായ ക്ഷീണം മാറ്റിയെടുക്കുക, അല്ല അതിൽ നിന്ന് പൊതു ശ്രദ്ധ തിരിച്ച് വിടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്, സംസ്ഥാനത്ത് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വകാര്യ സർവകലാശാലകളുടെ ലോബിക്ക് വേണ്ടി നിലവിലുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളെ തകർക്കുക എന്ന ലക്ഷ്യവുമാണ് ഈ സമരത്തിന് പിന്നിലുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.